ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭിന്നശേഷി വിഭാഗത്തിലെ 1204 പേരെ സ്കൂളുകളിൽ നിയമിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധത്തിൽ. വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി പ്രത്യേക അദാലത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷി വിഭാഗത്തിലെ 1204 പേരെ സ്കൂളുകളിൽ നിയമിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കാനുള്ള പ്രത്യേക അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ ഓഫീസുകളിൽ 2023 ഡിസംബർ 31 വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്ന ഉത്തരമേഖല ഫയൽ അദാലത്ത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്ന ദൃഢനിശ്ചയത്തിന്റെ പുറത്താണ് സംസ്ഥാനത്തെ 3 മേഖലകളായി തിരിച്ച് ഫയൽ അദാലത്ത് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എറണാകുളത്ത് നടന്ന അദാലത്തിൽ 1084 ഫയലുകളും കൊല്ലത്ത് നടത്തിയ അദാലത്തിൽ 692 ഫയലുകളും തീർപ്പാക്കി. നിയമന അംഗീകാരങ്ങളും ഓഡിറ്റ് സംബന്ധമായ കാര്യങ്ങൾക്കും മുൻഗണന നൽകിയാണ് അദാലത്ത് തീർപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഓഫീസുകൾ തീർപ്പാക്കാതെ ശേഷിക്കുന്ന ഫയലുകളിൽ അന്തിമ നടപടി സ്വീകരിച്ച് ഫയലുകൾ തീർപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നടക്കുന്ന 3ാം ഘട്ട ഫയൽ അദാലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ ഓഫീസുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിലെ ഒരു ഹെൽപ്പ് ഡെസ്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ദുരന്തത്തെ നേരിട്ട വയനാടിനെ പ്രത്യേകമായി അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നിവിടെ ലഭ്യമായിട്ടുള്ളത് 1780 അപേക്ഷകളാണ്. ഈ 1780 അപേക്ഷകളും തീർപ്പാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുള്ളൂ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിപാടിയിൽ വെച്ച് 10ഓളം അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി നിയമന ഉത്തരവ് നേരിട്ട് കൈമാറി. ഇതിനു പുറമെ 20 വർഷമായി കെട്ടിക്കിടന്നിരുന്ന മലപ്പുറം മങ്കട സ്കൂളിലെ വിരമിച്ച പ്രധാനാധ്യാപകന്റെ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങളും തീർപ്പാക്കിയുള്ള ഉത്തരവും കൈമാറി. പരിപാടിയിൽ മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിലെ രവീന്ദ്രൻ MLA, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C രേഖ, മുൻ MLA A പ്രദീപ് കുമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന. KGM-CTA-യുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ പണിമുടക്കി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കണ്ടില്ലെന്ന് നടിക്കരുതേ. കൊൽക്കത്തയിൽ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGM-CTA-യും പ്രതിഷേധം സംഘടിപ്പിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രാവിലെ 6 മുതൽ 24 മണിക്കൂറാണ് പ്രതിഷേധ സമരം നടത്തിയത്. അവശ്യ സർവീസുകൾ ഒഴികെ OP ഉൾപ്പെടെയുള്ള മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു.
ജോലി നിർത്തിവെച്ച് സമരം ചെയ്ത ഡോക്ടർമാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യായമെവിടെ, ധർമ്മമെവിടെ? ചോരച്ചോപ്പിൽ മുങ്ങിത്തീർന്നൊരു അതേസമയം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ OP ബഹിഷ്കരിച്ചതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. വിവിധ OPകളിൽ ചികിത്സ തേടിയെത്തിയ നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടിയത്. നിങ്ങളറിഞ്ഞോ പൊതുജനമേ, നിങ്ങളറിഞ്ഞോ പൊതുജനമേ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊൽക്കത്തയിലെ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ കാലിക്കറ്റ് ചാപ്റ്റർ പ്രതിഷേധിച്ചു. OP ബഹിഷ്കരിച്ച് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാർ പ്രകടനം നടത്തി. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ OP ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. വിവിധ OPകളിൽ ചികിത്സ തേടിയെത്തിയ രോഗികളാണ് ബുദ്ധിമുട്ടിയത്. അത്യാഹിത വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയ, ഗൈനക്കോളജി, ലേബർ റൂം തുടങ്ങിയ വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. OPയിലെത്തിയ രോഗികളാണ് വലഞ്ഞത്. PG SR ഹൗസ് സർജന്മാർ പണിമുടക്കിയതോടെ മെഡിസിൻ, ഓർത്തോ, ന്യൂറോളജി, കാർഡിയോളജി, ഗ്യാസ്ട്രോ, സർജറി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗം തുടങ്ങിയ OPകളിൽ എത്തിയവരാണ് ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നത്. ജോയിന്റ് ആക്ഷൻ ഫോറം രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷനാണ് 24 മണിക്കൂർ OP ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത്. ഇത്രയും സർവീസ് കൊടുക്കുന്ന ആതുര സേവനം എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ പറയുമ്പോഴും നമ്മുടെ സേഫ്റ്റി എന്താ എന്ന് ആരും ചിന്തിക്കുന്നില്ല. കാർഡിയോളജി, ന്യൂറോളജി, മെഡിസിൻ, എല്ലുരോഗ വിഭാഗത്തിൽ 2ഉം 3ഉം സീനിയർ ഡോക്ടർമാരാണ് രോഗികളെ ചികിത്സിച്ചത്. OP ടിക്കറ്റ് നൽകിയ എല്ലാ രോഗികൾക്കും സമയം കഴിഞ്ഞിട്ടും ചികിത്സ ലഭ്യമാക്കിയതായി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് PK ബാപ്പു ഹാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് അമിതമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാപാര ലൈസൻസ് ഫീസുകൾ, മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ പിരിവ്, മറ്റൊരു മേഖലയിലും ഇല്ലാത്ത ഭീമമായ പിഴപ്പലിശ എന്നിവ ഒഴിവാക്കുന്നതിന് മന്ത്രി പ്രഖ്യാപിച്ച ഇളവുകൾ ഉടൻ നടപ്പിലാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേൽ വിഷയത്തിൽ സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ സമരങ്ങളുടെ വിജയമായി സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് യോഗം വിലയിരുത്തി. പരിപാടി ജില്ലാ പ്രസിഡന്റ് PK ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ തരം കാഴ്ചകൾ മുഴുവൻ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തപ്പം അവിടെ ഞങ്ങളെടുത്ത തീരുമാനം അവിടുത്തെ കച്ചവടക്കാര്, പ്രത്യേകിച്ച് കച്ചവടക്കാർ നമ്മൾ ഒന്നുകൂടി കരുതലോടുകൂടി ശ്രദ്ധിക്കണം. ആ കച്ചവടക്കാര് ഒരു 10 രൂപ കീശയില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നത്. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് OP രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, ജില്ലാ ജനറൽ സെക്രട്ടറി V സുനിൽകുമാർ, ട്രഷറർ ജിജി K തോമസ്, സെക്രട്ടറി KM ഹനീഫ, മണ്ഡലം ജനറൽ സെക്രട്ടറി K ബീരാൻ, ട്രഷറർ PM അജ്മൽ, M മമ്മുണ്ണി, പ്രേമൻ ചെറുവണ്ണൂർ, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട്, മിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭക്തരുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ വരലക്ഷ്മി പൂജ. പൂജാകർമ്മങ്ങൾക്ക് മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന വരലക്ഷ്മി പൂജ ഭക്തി സാന്ദ്രമായി. വിഘ്നേശ്വര പൂജയുടെ ആരംഭിച്ച ചടങ്ങിൽ കലാശ സ്ഥാപനം നടന്നു. തുടർന്ന് കൽപോക്ത വരലക്ഷ്മി പൂജ, ദീപാരാധന, ദ്വാരകബന്ധനം, പ്രസാദ വിതരണം എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യദിന പരേഡിൽ സേനാ വിഭാഗത്തിൽ പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റിയും വിദ്യാർത്ഥി വിഭാഗത്തിൽ പെരുമണ്ണ EMS സ്കൂൾ SPCയും മികച്ച പ്ലാറ്റൂണുകളായി. ഇരു വിഭാഗങ്ങളിലുമായി 28 പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. സേനാ വിഭാഗത്തിലും വിദ്യാർത്ഥി വിഭാഗത്തിലുമായി 28 വിവിധ പ്ലാറ്റൂണുകൾ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന പരേഡിൽ സേനാ വിഭാഗത്തിൽ പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, വിദ്യാർത്ഥി വിഭാഗത്തിൽ പെരുമണ്ണ EMS ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ബോയ്സും മികച്ച പ്ലറ്റൂണുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ T കോയ DHQ സിറ്റിയെ നയിച്ചപ്പോൾ പെരുമണ്ണ EMS സ്കൂളിന്റെ കമാൻഡർ കേഡറ്റ് ആദിദേവ് PC ആയിരുന്നു. DHQ കോഴിക്കോട് റൂറൽ, ലോക്കൽ പോലീസ് കോഴിക്കോട് സിറ്റി, ലോക്കൽ പോലീസ് വനിത, എക്സൈസ്, വനം, NCC ബോയ്സ് സീനിയർ ആർമി, NCC സീനിയർ ഗേൾസ്, NCC സീനിയർ വിംഗ്, NCC ഗേൾസ് ജൂനിയർ ആർമി, NCC ജൂനിയർ ഗേൾസ്, NCC നേവൽ യൂണിറ്റ്, NCC നേവൽ ജൂനിയർ വിംഗ്, NCC ജൂനിയർ ഡിവിഷൻ ആർമി, SPC ഗേൾസ് EMS, HSS പെരുമണ്ണ, SPC ബോയ്സ് GHSS മാവൂർ, SPC ഗേൾസ് ബേപ്പൂർ, HSS, SPC ബോയ്സ് ബാലുശ്ശേരി, GVHSS, SPC ഗേൾസ് AK, KRHSS ചേളന്നൂർ, SPC ഗേൾസ് പാവണ്ടൂർ, HSS, സ്കൗട്ട്സ്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ്, ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയ, ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ്, കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് HSS ബാൻഡ് ടീം എന്നീ പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് സ്കൂൾ, പ്രൊവിഡൻസ് ഗേൾസ് HSS, ഗോവിന്ദപുരം കേന്ദ്രീയ വിദ്യാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി പ്രത്യേക അദാലത്ത്. വിലങ്ങാട് പാരിഷ് ഹാളിൽ നടന്ന അദാലത്തിൽ 102 രേഖകൾ തത്സമയം പുനഃസൃഷ്ടിച്ച് വിതരണം ചെയ്തു. വോട്ടർ ഐഡികളും ജനന മരണ സർട്ടിഫിക്കറ്റുകളും റേഷൻ കാർഡുകളുമാണ് വിതരണം ചെയ്തത്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി പ്രത്യേക അദാലത്ത്. വിലങ്ങാട് പാരിഷ് ഹാളിൽ വെള്ളിയാഴ്ച നടന്ന പ്രത്യേക അദാലത്തിൽ 102 രേഖകൾ തത്സമയം പുനഃസൃഷ്ടിച്ച് വിതരണം ചെയ്തു. 78 അപേക്ഷകൾ പരിശോധിച്ച് പിന്നീട് നൽകാനായി മാറ്റി. വിവിധ രേഖകളുമായി ബന്ധപ്പെട്ട് 180 അപേക്ഷകളായിരുന്നു അദാലത്തിൽ ആകെ ലഭിച്ചത്. ഭക്ഷ്യസുരക്ഷ, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം, അക്ഷയ, കൃഷി, രജിസ്ട്രേഷൻ, ബാങ്ക്, മറ്റുള്ളവ തുടങ്ങിയ 10 കൗണ്ടറുകളാണ് പ്രവർത്തിച്ചത്. 13 റേഷൻ കാർഡ്, 22 വോട്ടർ ID, 23 ജനന മരണ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ അദാലത്തിൽ വെച്ചു തന്നെ അനുവദിച്ചു. ഗതാഗത വകുപ്പ് കൗണ്ടറിൽ RC, ലൈസൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് 19 അപേക്ഷകളിൽ 16 പരിഹരിച്ചു. റേഷൻ കാർഡ്, വോട്ടർ ID, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, താൽക്കാലിക RC ബുക്ക്, താൽക്കാലിക ലൈസൻസ് തുടങ്ങിയ രേഖകൾ അതിവേഗത്തിലാണ് പുനഃസൃഷ്ടിച്ച് നൽകിയത്. അദാലത്തിന്റെ ഉദ്ഘാടനം റേഷൻ കാർഡ് കൈമാറി EK വിജയൻ MLA നിർവഹിച്ചു. ഭൂമിയുടെ രേഖകൾ നഷ്ടപ്പെട്ടതിന്റെ അപേക്ഷകൾ സ്വീകരിച്ച് അത്
ദിവസം തീരുമാനിച്ചത് കൊടുക്കാനുള്ള സംവിധാനവും ഏതെല്ലാം രേഖയാണ്, അതിന്റെ എത്രയാണ് എന്നുള്ളതെല്ലാം തിട്ടപ്പെടുത്താൻ വളരെ വേഗം കഴിയുന്നതാണ്. അതും കൊടുക്കാനുള്ള സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത്. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു അധ്യക്ഷത വഹിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ, വാർഡ് മെമ്പർ ദാൻസി, വടകര RDO പി അൻവർ സാദത്ത്, ഡെപ്യൂട്ടി കളക്ടർ S സജീദ്, വടകര തഹസിൽദാർ MT സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ മലയമ്മ ശിവക്ഷേത്രത്തിൽ രാമായണ പാരായണവും സമ്മാന വിതരണവും നടത്തി. രാമായണ പ്രഭാഷണവും സമ്മാന വിതരണവും പ്രൊഫസർ വർഗീസ് മാത്യു നിർവഹിച്ചു. മലയമ്മ ശിവക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ പ്രഭാഷണവും പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു. പ്രൊഫസർ വർഗീസ് മാത്യു രാമായണ പ്രഭാഷണവും സമ്മാനദാനവും നിർവഹിച്ചു. ഈ രാമായണം നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമല്ല ഇന്തോനേഷ്യയിലുണ്ട്. അവിടെ രാമലീല വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതൊരു മുസ്ലിം രാഷ്ട്രമാണ്. അതുപോലെ തന്നെ സിംഗപ്പൂര്, മലേഷ്യ, തായ്ലൻഡ് എന്നിവയിലെല്ലാം രാമായണത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പൊ എന്താണ് രാമായണത്തിന്റെ ഒരു പ്രത്യേകത? ഒത്തിരി ഇതിഹാസ ഗ്രന്ഥങ്ങൾ നമ്മുടെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാമായണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഭക്തിയാണ്. പക്ഷെ ഭക്തിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പലതിനോട് പറഞ്ഞപ്പോൾ പലതും പറഞ്ഞത് എന്റെ ജ്യേഷ്ഠനാണ് അതിന് ഏറ്റവും യോഗ്യത. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒക്കെ അധികാരത്തിന് വേണ്ടി വടംവലി കൂട്ടുമ്പോൾ ഇതുപോലെയുള്ള മാതൃകാ പുരുഷന്മാര് രാമായണത്തിലുണ്ട്. ക്ഷേത്ര പ്രസിഡന്റ് പ്രഭാകരൻ ടി, വൈസ് പ്രസിഡന്റ് സദാനന്ദൻ സി, ഉമേഷ് കുമാർ പി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഹോം സ്റ്റേ സംരംഭങ്ങൾക്കായി പഠന ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി. ഓഗസ്റ്റ് 19 കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിലാണ് ക്ലാസ് നടക്കുകയെന്ന് കേരള ഹാഡ്സ് ഭാരവാഹികൾ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ നിന്ന് ധാരാളം പേർക്കും അറിയില്ല എങ്ങനെ എടുക്കണം, എന്ത് ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സംരംഭകരിൽ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ജില്ലയിലെ എല്ലാ ഹോം സ്റ്റേ സംരംഭകരെയും സർക്കാർ നിർദ്ദേശിക്കുന്ന നിലവാരമുള്ള ക്ലാസിഫൈഡ് ഹോം സ്റ്റേകളാക്കി മാറ്റുന്നതിന്റെ മുന്നോടിയായാണ് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത്, ജില്ലാ DTPC സെക്രട്ടറി നിഖിൽ രാജ്, സംസ്ഥാന ടൂറിസം ഉപദേശക സമിതി അംഗം MP ശിവദത്തൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന 100 അംഗങ്ങൾക്കാണ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുക. കോഴിക്കോട് ജില്ലയിലെ നിലവിൽ ഹോം സ്റ്റേ നടത്തുന്നവർക്കും പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പഠന ക്ലാസ്സിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9850012692 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികളായ TP രാജൻ, ജിലീഷ് P, മുരളീധരൻ K, ലൈജു EP തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഓണത്തിന് ഓരോ കുടുംബത്തിലും ഒരു ഖാദി ഉൽപ്പന്നം എന്ന ലക്ഷ്യത്തോടെ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഓണം മേളയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ മന്ത്രി AK ശശീന്ദ്രൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഖാദി ഓണം മേള 2024 ജില്ലയിൽ തുടക്കമായി. കോഴിക്കോട് ചെറുട്ടി റോഡിൽ കോടതിക്ക് സമീപം കേരള സർക്കാരിന്റെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും അവ കത്തിക്കുകയും ചെയ്യുന്ന സമരപരിപാടികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നഗരമാണ് കോഴിക്കോട് നഗരം. നമുക്കെല്ലാവർക്കും അറിയാം. മലബാറിലെ തന്നെ മറ്റൊരു കേന്ദ്രമായ പയ്യന്നൂരിൽ ഇത്തരത്തിലുള്ള സമരഭൂമികളിൽ ഒന്നായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് ആദ്യ വിൽപ്പനയും സമ്മാന പദ്ധതിയുടെ ആദ്യ കൂപ്പൺ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ, ലീഡ് ബാങ്ക് മാനേജർ ജ്യോതിഷ്, ഖാദി ബോർഡ് മെമ്പർ S. ശിവരാമൻ, പ്രൊജക്ട് ഓഫീസർ ജിഷ K, ഖാദി സർവോദയ സംഘം പ്രതിനിധികളായ വിശ്വൻ, U. രാധാകൃഷ്ണൻ, P. പ്രസാദ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ചെറുട്ടി റോഡിൽ കോടതിക്ക് സമീപം വടകര പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ബാലുശ്ശേരി അറപ്പീടിക എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഖാദി ബോർഡിന്റെ ഷോറൂമുകളിൽ സെപ്റ്റംബർ 14 വരെ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവ് ലഭിക്കും. മേള സെപ്റ്റംബർ 14 വരെയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 52-ാം വാർഡിലെ അരക്കിണർ തുലാമുറ്റം വയൽ റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് നിർവഹിച്ചു. കോർപ്പറേഷൻ പദ്ധതിയിൽ 52-ാം വാർഡിൽ നിർമ്മിച്ച അരക്കിണർ തുലാമുറ്റം വയൽ റോഡ് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ എന്താണോ നമുക്ക് ലഭ്യമാകുന്ന പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് വിജയകരമായി ഇതുപോലെ പദ്ധതി പൂർത്തീകരിച്ചു വരികയാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെല്ലാം ഇവിടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ 52-ാം വാർഡിൽ ഞാൻ തന്നെ നിരവധി ഈ കാലയളവിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുകയുണ്ടായി. വലിയ വികസന പ്രവർത്തനമാണ് ഈ വാർഡിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ PK ഷമീനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. നേരത്തെ കൗൺസിലറായിരുന്ന ശ്രീ PP ബീരാൻകുര അദ്ദേഹം ആരംഭിച്ച പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ തുടർച്ചയായി ഈ കാലയളവിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ വാർഡിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. വലിയ മാറ്റമാണ് പ്രദേശത്തുണ്ടായത്. കൗൺസിലർ TK ഷമീന അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ K. രാജീവ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ഫാസിൽ, മുൻ കൗൺസിലർ PP ബീരാൻകോയ, ഹരിത റെസിഡന്റ് സെക്രട്ടറി KR സെബാസ്റ്റ്യൻ ഡന്നി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ MP അബ്ദുൽ നാസർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷി വിഭാഗത്തിലെ 1204 പേരെ സ്കൂളുകളിൽ നിയമിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധത്തിൽ. വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി പ്രത്യേക അദാലത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.